ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയ മോർണിംഗ് വാക്ക് വ്ലോഗാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ 7th തൊട്ടിട്ട് 10th വരെ പഠിച്ച സ്കൂള്, NSS ഹൈസ്കൂൾ കൽപ്പറ്റയിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നൊരു മോർണിംഗ് വാക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ബൈപ്പാസ് കൽപ്പറ്റയിൽ വീടുണ്ടാക്കി കൊടുത്തില്ലേ, അതും കൂടി കാണാൻ പോകണം. അപ്പോൾ അത് രണ്ടും കൂടിയാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നടക്കാനിറങ്ങിയത്. പുലർച്ചെ നടക്കുന്നത് ശരീരത്തിനും മനസ്സിനും വളരെ നല്ലതാണ്. ശുദ്ധമായ വായുവും പക്ഷികളുടെ ശബ്ദവും പ്രകൃതിയുടെ സൗന്ദര്യവും എല്ലാം ചേർന്നാൽ ഒരു ദിവസം ഫുൾ പോസിറ്റീവ് വൈബായിരിക്കും. ഇതാണ് ഇവിടെ ഈ കാണാനാണ് കേട്ടോ അയ്യപ്പൻ്റെ അമ്പലം. ഇതാണ് ബൈപ്പാസ് നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ വീട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് കേട്ടോ വീടുകൾ, കുറേ വീടുകൾ അങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ. അപ്പോൾ കുറച്ച് വീടിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുതിയ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ കയറിപ്പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ, ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട്. ഇതിപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയതാണ് ഒരു വീടിൻ്റെ. അങ്ങനെ മുകളിൽ കയറിയായിട്ടുള്ള ഒരു വ്യൂ ആണ്. നല്ല കോടയൊക്കെ, അത്ര വലിയ കോടാന്ന് പറയാൻ പറ്റില്ല പണ്ടത്തെ വയനാടിനെ അപേക്ഷിച്ചിട്ട്, എന്നാലും ഒരു ചെറിയ ഒരു പൊടിത്തണുപ്പ്. അപ്പോൾ ഈ വീട് അണ്ടർ കൺസ്ട്രക്ഷനാണ് കേട്ടോ, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പണി കഴിഞ്ഞ വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്, ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ ഇത്രയും നേരത്തെ ആയതുകൊണ്ട് ആൾക്കാരൊന്നും കാണാനും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല ഒന്ന് തുറന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാൽ വിചാരിച്ച് ഈ വീട്ടിൽ കയറി നോക്കാം. എല്ലാം ഒരുപോലെ തന്നെയാണല്ലോ. ഏകദേശം പണിയൊക്കെ സ്ട്രക്ചറെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ ഫിറ്റിങ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയിലെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതെല്ലാം വേഗം പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആവശ്യക്കാർക്കൊക്കെ വേഗം അവരുടെ കയ്യിലെത്തട്ടെ. വീടിൻ്റെ പ്ലാനൊക്കെ നല്ല പ്ലാനാണ് കേട്ടോ. അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്കെല്ലാം പറ്റിയ നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടാവും, ഈ വീടിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയറും അതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതുപോലെയല്ലല്ലോ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ. ഞാൻ അവിടെ ദുബായിലുള്ളപ്പോൾ തന്നെ എൻ്റെ ടാർഗറ്റ് ലിസ്റ്റിലുള്ള ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു ഇവിടെ വന്നിട്ട് ഈ വീട് എന്തായാലും കാണണം എന്നുള്ളത്. അങ്ങനെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ടി വിയിൽ കണ്ട മാതിരി ഒരു ഫീലല്ലായിരുന്നു കേട്ടോ. നേരിട്ട് വന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല വീടാണ് കേട്ടോ. ഇത് ഒരു വർക്ക് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് വർക്ക് ഏരിയൻ്റെ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാമേ. അത് കണ്ടില്ലേ, നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ കൽപ്പറ്റ ടൗണ് റോഡാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഫുൾ പണി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. കുറേ മരങ്ങളും പച്ചപ്പൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ സൂപ്പർ. ഈ കാണുന്നത് ബാത്റൂമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വാഷ് ബേസിനെല്ലാം വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അതൊരു ബെഡ്റൂമും ഇത് ഹാളാണ്. അതപ്പുറത്തൊരു ബെഡ്റൂമുണ്ട്, ഇപ്പുറത്തുള്ളത് കിച്ചണിലേക്ക്. അപ്പോൾ അതാ പുറമേ നിന്നുള്ള ലുക്കാണ് കേട്ടോ ഇത്. അങ്ങനെ വീടെല്ലാം കണ്ട് തീർത്തു. ചെറുതായിട്ട് ചൂടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പണിക്കുള്ള ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.